അങ്ങേ മറക്കാൻ കഴിയുമോ? അങ്ങേ പിരിയാൻ കഴിയുമോ? അങ്ങേ മറക്കാൻ കഴിയുമോ? അങ്ങേ പിരിയാൻ കഴിയുമോ? ഉമ്മൈ മറക്ക முடியாதையா, உம்மை பிரியவும் முடியாதையா, உம்மை மறக்க முடியாதையா, உம்மை பிரியவும் முடியாதையா. യേശുവേ 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 യേശുവേ. വോയിസ് ഓഫ് ലവിൽ ഇന്ന് കർത്താവ് നമുക്ക് തരുന്ന വചനം ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യമാണ്. ഒന്ന് ശ്രദ്ധിച്ചോട്ടെ. നിങ്ങളെയുള്ള പേടിയും നടുക്കവും ഭൂമിയിലെ സകല മൃഗങ്ങൾക്കും ആകാശത്തിലെ എല്ലാ പറവകൾക്കും സകല ഭൂചരങ്ങൾക്കും സമുദ്രത്തിലെ സകല മത്സ്യങ്ങൾക്കും ഉണ്ടാകും. അവയെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. പെട്ടകത്തിൽ നിന്ന് ഇറങ്ങി യാഗം കഴിച്ച് ആ നോഹയോട് ദൈവം പറയുകയാണ്. ദൈവം ഒരുവനോട് സംസാരിക്കുന്നത് പ്രാർത്ഥനയുടെ ശേഷമായിരിക്കും, അധിക സ്ഥലത്ത്. അപ്പം ദൈവത്തിന്റെ ശബ്ദം കേൾക്കാനൊരു മാധ്യമമാണ് നിങ്ങളുടെ പ്രാർത്ഥന. അപ്പം ആ സംസാരിക്കുന്ന കൂട്ടത്തിൽ പറയുന്ന കാര്യമാണ്, നിങ്ങളോടുള്ള പേടിയും നടുക്കവും ഭൂമിയിലുള്ള സകല മൃഗങ്ങൾക്കും ആകാശത്തിലെ പറവകൾക്കും സകല ഭൂചരങ്ങൾക്കും സമുദ്രത്തിലെ സകല മത്സ്യങ്ങൾക്കും ഉണ്ടാകും. അവയെ ഞാൻ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കും. സത്യം പറഞ്ഞാൽ നമ്മള് ഒത്തിരി പേടിച്ചാ ജീവിക്കുന്നത്. എന്തായിത്തീരും, എങ്ങനെയായിത്തീരും, അവരെന്തെങ്കിലും എന്നെ ചെയ്യുമോ, അവരെന്തെങ്കിലും എന്നെ ചെയ്യുമോ, അവിടെ നിന്ന് എന്തെങ്കിലും അനർത്ഥം വരുമോ, നമ്മൾ പേടിച്ചാ ജീവിക്കുന്നത്. പക്ഷെ നമ്മൾ ദൈവത്തിന്റെ അടുക്കൽ ചെന്നിരുന്നാൽ നമ്മുടെ പേടി മാറുമെന്ന് മാത്രമല്ല, സകലതും നമ്മെ ഭയപ്പെടും. ഹല്ലേലൂയ. എൻ്റെ ലൈഫിലൊക്കെ എനിക്ക് ഒത്തിരി പരിമിതികളൊക്കെ ഉള്ള വീട്ടു സാഹചര്യത്തിൽ നിന്നും കുടുംബത്തിൽ നിന്നും പശ്ചാത്തലത്തിൽ നിന്നും ഒക്കെ പുറത്തു വന്ന വ്യക്തിയാണ്. സാമ്പത്തികമായും മാനസികമായും പഠനത്തിലൊക്കെ ഒത്തിരി പുറകിൽ നിൽക്കുമ്പോഴാണ് കർത്താവിനെ വിളിക്കുന്നത്. എന്നാൽ പ്രാരംഭ സമയങ്ങളിലൊക്കെ ഇപ്പോഴും അത് തുടരുന്നുണ്ട്. ലോങ് ടൈം പ്രാർത്ഥിക്കുവാനിരിക്കുമായിരുന്നു. പ്രാർത്ഥന കഴിയുമ്പോൾ സകല പ്രശ്നങ്ങളെയും ഫേസ് ചെയ്യാനുള്ള ഒരു ഭയങ്കര ശക്തി, ധൈര്യം ഒക്കെ ഉണ്ടാകുകയാണ്. അപ്പോഴെനിക്ക് മനസ്സിലാകുന്ന ദാവീദ് പറയുന്ന വാക്കൊക്കെ, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, ദൈവത്താൽ ഞാൻ മതിൽ ചാടി കിടക്കും. ഒരുവൻ ദൈവത്തോടടുക്കുമ്പോൾ അവന്റെ ഭയം മാറുക എന്ന് മാത്രമല്ല, അവനെക്കുറിച്ചുള്ള ഭയം ചുറ്റുമെല്ലാം വീഴും. ദൈവത്തിന്റെ അടുക്കിലേക്ക് നിങ്ങൾ അടുക്കുമ്പോൾ നിങ്ങളുടെ ഭയം മാറും. മറിച്ച് നിങ്ങളെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയാതെ വണ്ണം അവകൾക്കെല്ലാം നിങ്ങളോടൊരു ഭയം ഉണ്ടാകും. കാരണം നിങ്ങൾ ദൈവത്തിൻ്റെതാണ്, ദൈവത്തിന്റെ മാത്രമാണ്. ഇന്ന് ഈ തിരുവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഭയത്തിന് അടിമകളായിരിക്കുന്നവരെ കർത്താവ് പുറത്തു കൊണ്ടുവരും. യേശുവിന്റെ നാമത്തിലെ ഭയത്തിന്റെ സ്പിരിറ്റുകൾ യേശുവിന്റെ നാമത്തിൽ പുറത്തുപോട്ടെ. അതിൽ നിന്നൊരു വളരെ മനോഹരമായൊരു ദൈവശബ്ദം തരാം. നിങ്ങൾ സുരക്ഷിതരായിരിക്കും. നിങ്ങൾ പാർക്കുന്ന എവിടെയാണെങ്കിലും ഏത് സാഹചര്യത്തിലാണെങ്കിലും നിങ്ങൾ സുരക്ഷിതരാണ്. നിങ്ങളുടെ ലൈഫിൽ എല്ലായിടത്തും ഒരു ഭയങ്കര സുരക്ഷിതത്വം ഉണ്ടായിരിക്കും. യെസ്, ദൈവം നിങ്ങളുടെ ഭയം മാറ്റുന്നു. നിങ്ങളുടെ ചുറ്റും നിങ്ങൾക്കൊരു ധൈര്യം ഉണ്ടാകുന്നു.
നിങ്ങളെ ഒന്നും ചെയ്യരുതെന്ന് ദൈവം സകലതിനോടും പറയാൻ പോകുന്നു. ആമേൻ. യു ആർ പ്രൊട്ടക്റ്റഡ്. കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. എവിടെയൊക്കെയോ ചില ഭയത്തിൻ്റെ വേരുകളെ ദൈവം എടുത്ത് കളയാണ്. നിങ്ങൾ സുരക്ഷിതരായിരിക്കും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. യേശു ഇന്ന് ഞങ്ങൾക്ക് നൽകിയ നല്ല വചനത്തിന് നന്ദി പറയും. കർത്താവ്, ഈ വചനം കേൾക്കുന്ന ഈ വ്യക്തിയെ, കുടുംബത്തെ അങ്ങ് അനുഗ്രഹിക്കുന്നതിന് സ്തോത്രം ചെയ്യും. കർത്താവ്, ഈ കുടുംബത്തിൽ വാഴുന്ന എല്ലാ ഭയത്തിൻ്റെ ദുഷ്ടാത്മാവിനെ ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ബ്രേക്ക് ചെയ്യുന്നു. മറിച്ച് ഇവർ കർത്താവ് ആത്മമണ്ഡലത്തിന് കർത്താവെ വലിയൊരു വിപ്ലവമായി മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പൈശാചിക തലങ്ങൾ വിറയ്ക്കുന്ന ഒരു തലമുറ ഈ ദിവസങ്ങളിൽ എഴുന്നേറ്റ് വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ ഹല്ലേലൂയ. കർത്താവ് അന്ധകാര മണ്ഡലങ്ങളെ കീഴടക്കുന്ന ഒരു തലമുറ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് വരട്ടെ. കർത്താവ് ഈ കുടുംബത്തിൽ നിന്നും കർത്താവെ അങ്ങനെ ഒരു തലമുറ എഴുന്നേറ്റ് വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് ഇവരെ അങ്ങ് സുരക്ഷിതമാക്കുന്നതിന് നന്ദി പറയുന്നു. ഇവരെ അങ്ങ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇവരെ ഓർത്തുള്ള ഭയം കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ പൈശാചിക തലങ്ങളിൽ വരുന്നതിന് സ്തോത്രം ചെയ്യും. ഇവർ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നതിന് നന്ദി പറയും. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രത്യേകിച്ച് ഭയത്തിൽ കിടക്കുന്നവരെ പുറത്തു കൊണ്ടുവരുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആവശ്യമില്ലാത്ത ഭയം, ഉറങ്ങാൻ ഭയം, രാത്രിയിൽ എന്തെങ്കിലും സംഭവിക്കുമെന്നുള്ള ഭയം, നാളെ എന്തെങ്കിലും വരുമോ എന്നുള്ള ഭയം, യേശുവിൻ്റെ നാമത്തിൽ ഭയചിന്തകൾ മാറിപ്പോകട്ടെ. നീ സുരക്ഷിതമായിരിക്കും, നീ അത്ഭുതമായിരിക്കും. യേശുവിൻ്റെ നാമത്തിലൂടെ രോഗങ്ങൾ, ക്ലേശങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ആകുലങ്ങൾ മാറിപ്പോകട്ടെ. കർത്താവേ, അവർ ജയത്തോടെ നിൽക്കട്ടെ, ധൈര്യത്തോടെ നിൽക്കട്ടെ. അവരെ അനുഗ്രഹിക്കുന്നു, അവരെ ഉയർത്തുന്നു. ദൈവകൃപ കൊണ്ട് മറച്ച് പ്രാർത്ഥിക്കുന്നു. അവർ ഏറ്റവും സുരക്ഷിതരായിരിക്കട്ടെ. അവരവരുടെ കുടുംബം സുരക്ഷിതരായിരിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. സന്തോഷത്തോടെ ആയിരിക്കുക. ഇന്നത്തെ ദിവസം ഏറ്റവും അനുഗ്രഹമായിരിക്കും. ഗോഡ് ബ്ലെസ് യു. ഷലോം. എല്ലാ ദിവസവും രാവിലെ ഇന്ത്യൻ ടൈം 6 മണിക്ക് വോയിസ് ഓഫ് ലവ് എന്ന ഷോർട്ട് ഡിവോഷൻ ലഭ്യമാണ്. അതുപോലെ ചൊവ്വ, വ്യാഴം, ഞായർ ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ ടൈം 9:30 ലൈവ് മെസ്സേജ് ലഭ്യമാണ്. ഈ സന്ദേശങ്ങൾ ലഭ്യമാകുവാൻ പാസ്റ്റർ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും ഗാനങ്ങൾ ലഭ്യമാകുവാൻ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഈ ശുശ്രൂഷ നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായി വരുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. നിങ്ങൾ ഞങ്ങൾക്ക് പ്രാർത്ഥനയിലും എല്ലാ സഹകരണത്തിലും ഞങ്ങളോട് ഈ മീഡിയ മിനിസ്ട്രിയുടെ കൂടെ നിന്നു. ഞങ്ങൾക്ക് ഈ മീഡിയ മിനിസ്ട്രി മുമ്പോട്ട് കൊണ്ടുപോകാൻ ചില എക്യുപ്മെൻറ്റ്സുകൾ ആവശ്യമായി വന്നിരിക്കുന്നു. തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണവും ഞങ്ങൾ ആവശ്യപ്പെടുന്നു.